എല്ലാവർക്കും ജെമിനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈലന്റ് വാലി എക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന എൻട്രൻസ് പോയിന്റിലാണ്. സൈലന്റ് വാലിയുടെ വീഡിയോ നിങ്ങൾ വളരെയധികം കണ്ടു കാണും. പക്ഷേ സൈലന്റ് വാലിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ടൂറിസ്റ്റ് ബംഗ്ലാവും അതുപോലെ തന്നെ ഭവാനി പുഴയുടെ ഉത്ഭവം ഒന്നും അധികം വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സൈലന്റ് വാലിയുടെ ഫുൾ വീഡിയോ ഞാൻ 2-3 പാർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോയ്ക്ക് ആണെങ്കിൽ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അത് 2-3 പാർട്ടായിട്ടാണ് കാണിക്കുക. ആ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന മുറയ്ക്കത് കാണാവുന്നതാണ്. സൈലന്റ് വാലി എൻട്രൻസിൻ്റെ തൊട്ടടുത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണിത്. ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനകത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതിനകത്ത് കാണുന്ന ഒരു ഉദ്യാനമാണ് ഇത്. ഇതിനകത്ത് വളരെയധികം ഔഷധ സസ്യങ്ങളുണ്ട്. ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനകത്ത് നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളിൽ തന്നെ 2-3 കോട്ടേജുകളും ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ ഉദ്യാനത്തിൽ കാണുന്നതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. സൈലന്റ് വാലിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ വളരെ ഔഷധ ഗുണമുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ഔഷധ സസ്യങ്ങൾ വളരെയധികം നമ്മൾ കാണുന്നത്. സൈലന്റ് വാലി ഫോറസ്റ്റിനകത്തും നമുക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഭവാനി പുഴയുടെ ഉത്ഭവം. സൈലന്റ് വാലി കുന്നുകളിൽ നിന്നാണ് ഈ പുഴ തുടങ്ങുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന അപൂർവം ചില നദികളിലൊന്നാണ് ഈ ഭവാനിപ്പുഴ. ഭവാനിപ്പുഴ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് തിരിയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ പോയിന്റിൽ നിന്നാണ്. ഈ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ പുറകിൽ കാണുന്ന ഭാഗത്താണ് ഈ പുഴയുടെ ഒരു ടേണിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് പുഴയുടെ ദിശ കിഴക്കോട്ട് തിരിയുന്നത്. വർഷക്കാലമെല്ലാം കഴിഞ്ഞുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെ ദിശ മാറുന്ന ആ വളവ് കാണാൻ കഴിയും. ഇവിടെ കാണുന്ന ഭാഗത്തു നിന്നാണ് പുഴ തിരിയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഭവാനിപ്പുഴയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീലഗിരിയുടെ ഉയരങ്ങളിൽ നിന്നാണ് ഈ നീരൊഴുക്ക് തുടങ്ങുന്നത്. നമുക്കിവിടെ കാണാവുന്ന മലനിരകളിലൊന്ന് നീലഗിരി മലയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഫുട്ടേജാണ് ഇവിടെ കാണുന്നത്.
ഈ സൈലന്റ് വാലി ഒരു റിസർവ് ഫോറസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സിംഹവാലൻ കുരങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയിൽ വളരെയധികം സിംഹവാലൻ കുരങ്ങുകളെയും അതുപോലെ കാട്ടുകുരങ്ങ്, മലയണ്ണാൻ എന്നിവയെല്ലാം കണ്ടിരുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിനകത്ത് അതെല്ലാം നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് ഈ അഗളി, ചിറ്റൂർ, പാലക്കാട് 2 ചിറ്റൂരുണ്ട്. ഇത് അഗളി ചിറ്റൂരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയുണ്ട്, ചിറ്റൂർ പുഴ. ചിറ്റൂർ പുഴയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതും കാണിക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട് തന്നെ 2 പുഴകൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ്, ഭവാനി പുഴയും ചിറ്റൂർ പുഴയും. അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. ഈ 2 പുഴകളിലും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മലനിരകളുടെ തൊട്ടടുത്ത് നിന്നാണ് തുടങ്ങുന്ന ഭാഗങ്ങളാണിത്. അതുകൊണ്ട് തന്നെ വർഷക്കാലങ്ങളിൽ പെട്ടെന്നുള്ള മഴയത്ത് പെട്ടെന്നുള്ള കുത്തൊഴുക്കും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. വർഷക്കാലത്ത് ഒരു കാരണവശാലും ഈ പുഴകളിലൊന്നും ഇറങ്ങരുത്. നമ്മൾക്ക് തിരിച്ചു കയറാൻ ഒരു വർഷം സമയം കിട്ടിയെന്ന് വരില്ല. അതിനു മുമ്പായിരിക്കും വലിയ വെള്ളപ്പാച്ചിൽ വരുന്നത്. ഇപ്പോൾ വർഷക്കാലം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് വളരെ റിസ്ക് ഒന്നുമില്ലാതെ വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു. എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്, പുഴകളിലൊക്കെ ഇറങ്ങുമ്പോൾ അതിനകത്ത് വലിയ വലിയ കയങ്ങൾ കാണും. നീന്തൽ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ട് പുഴകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ മുൻപുള്ള പല വീഡിയോകളിലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ ടൂറിസ്റ്റ് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും കാട്ടിലും പുഴയിലും എല്ലാം പോകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് മാലിന്യമൊന്നും നമ്മൾ വലിച്ചെറിയരുത്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ. ഞാനിവിടെ പറയാൻ കാരണം, ഈ അഗളിയൊരു പ്ലാസ്റ്റിക് രഹിത മേഖലയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. എന്നിട്ടും വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് പല സ്ഥലത്തും കണ്ടത്. ഇന്ത്യയുടെ ആയിട്ടുള്ള പല ഭാഗങ്ങളിലും പോകുമ്പോൾ ഇതൊന്നും ആർക്കും ബാധകമല്ലാത്ത പോലെ തന്നെയാണ് പ്ലാസ്റ്റിക്കും കുപ്പികളും എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടുള്ള പേപ്പർ പ്ലേറ്റും എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടു. പ്രത്യേകം സൂക്ഷിക്കണം നിങ്ങൾ. പ്രത്യേകിച്ചും ഈ സൈലന്റ് വാലി ഭാഗത്തെല്ലാം വളരെയധികം CCTV ക്യാമറ കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗമെല്ലാം വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മാലിന്യങ്ങളൊന്നും ഈ ടൂറിസ്റ്റ് പോയിന്റുകളിലൊന്നും വലിച്ചെറിയരുത്. ഈ ടൂറിസ്റ്റ് പോയിന്റുകളിൽ ഇങ്ങനെ വലിച്ചെറിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ പല ഭാഗങ്ങളിലും അഗളിയിൽ ഈ അപ്പന്നൂർ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമെല്ലാം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അവിടെ എത്ര പറഞ്ഞിട്ടും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇനി ചിലപ്പോൾ നിരോധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക. നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഈ ടൂറിസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് ശേഷം ഇവിടെ എൻട്രി പോയിന്റിൽ തിരിച്ചെത്തി. ഇവിടെ എക്കോ ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീനുണ്ട്. ഭക്ഷണം കഴിക്കാത്തവരെല്ലാം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര പുറപ്പെടുക സൈലന്റ് വാലി ഫോറസ്റ്റിലേക്ക്. ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ സൈലന്റ് വാലിയുടെ യാത്ര മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.